ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനല്ലേ ഇന്നൊരു മിനി ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗായിട്ടാട്ടോ വന്നിട്ടുള്ളത്. ഒന്നാമത് എന്താണെന്ന് വെച്ചാൽ ഇന്നങ്ങനെ കാര്യമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. പുറത്തിന് എനിക്കാണെങ്കിൽ നല്ല മടിയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ചെറിയൊരു അവിടെ ഇവിടെയൊക്കെ കുറച്ചായിട്ട് ഷൂട്ട് ചെയ്തിട്ട് ഒരു വ്ളോഗ് ചെയ്യാൻ നിർത്തിയിട്ടേനു കേട്ടോ. അങ്ങനെ ഞാനിതാ രാവിലെ തന്നെ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കുറേ കാലമായിക്കുന്നു ഇഡ്ഡലിയൊക്കെ കഴിച്ചിട്ട്. ഒന്നാമത് ഞാനൊന്ന് രാവിലെ അങ്ങനെ ഉണ്ടാക്കില്ലല്ലോ. അപ്പം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്നേനു വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിന്ന് ഇഡ്ഡലിയും അതേപോലെ ചായയും കൂട്ടിയിട്ടായിരുന്നു കേട്ടോ കുടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കൊന്ന് ഞാൻ നാട്ടിൽ നിന്നിട്ടേക്കും ലാസ്റ്റായിട്ട് ഇഡ്ഡലി കഴിച്ചിട്ടുണ്ടായിരിക്കാം. അങ്ങനെ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇവിടേക്ക് ഒന്ന് നല്ലോണം ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഞാനും മോനും ഇതിൻ്റെ ഈ ഒരു സ്പേസിലിരുന്നിട്ടാണ് അധികം ചായ കുടിക്കൽ. അപ്പോൾ ഓൻ എങ്ങനെ ആയാലും ചായ കുടിച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. അങ്ങനെ ഞാൻ അവിടെ മൊത്തം ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ വിചാരിച്ച് ഇതിൽ അധികം ഡേറ്റ്സ് ചെയ്യുന്നുണ്ടാവില്ലുണ്ടേനെ. അപ്പം ഇനി ആ ഒരു ഇത് ചേഞ്ച് ആക്കിയിട്ട് ഇതിൽ ഫുള്ള് ബദാം ഇട്ട് വെക്കാമെന്ന് കരുതിയിട്ടായിരുന്നു. അതാകുമ്പോൾ കാണുമ്പോൾ ഇങ്ങനെ എടുത്ത് കഴിച്ചോളുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. മറ്റേ ഞാൻ അധികം കബോർഡിലാണ് ഈ ബദാം എടുത്ത് വെക്കൽ. ഈ ഒരു കബോർഡിലാണ് വെക്കൽ. അപ്പം മോനൊന്നും അങ്ങനെ എടുക്കാനൊന്നും കഴിയൂല. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഈ ഒരു ബൗളിലോട്ടാക്കുക. അതാവും മോനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണുമ്പം വന്നിരുന്ന് എടുത്ത് കഴിച്ചോളും എന്ന് കരുതിയിട്ട് ഈ ഒരു ബൗളിലോട്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ആക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഓനിങ്ങനെ വരുന്നുണ്ട്. പക്ഷെ ഓനക്ക് ബദാം പിസ്ത അങ്ങനത്തെ സംഭവങ്ങളൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. ബദാം പിസ്ത എന്ന് മാത്രമല്ല കേട്ടോ, എന്തൊരു സാധനം ഓന് കൊടുത്താലും എനിക്ക് വേണ്ട ഇതല്ലാണ്ട് അവൻ്റെ വായിന്ന് ഇതെനിക്ക് വേണം എന്ന് പറയുന്നത് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല കേട്ടോ. എന്ത് സാധനം കൊടുത്താലും എനിക്ക് വേണ്ട. ഓനക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ഓന് ഈ മുട്ടായി, ലേസ്, ഐസ്ക്രീം അങ്ങനത്തെ ഒക്കെ വളരെ നന്നായിട്ട് തിന്നാന്നല്ലാണ്ട് നമ്മൾ കൊടുക്കുന്ന ബാക്കിയുള്ള ഫുഡൊന്നും ഓന് ഒട്ടും കഴിക്കൂല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിതാ കുറച്ചധികം ഞാൻ തിരുമ്പിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒന്നാമത് ഞാൻ 4 ദിവസമൊക്കെ ആയിട്ട് ഞാൻ അധികം വാഷ് ചെയ്യാൻ നിൽക്കലുള്ളൂ. കാരണം എല്ലാ ദിവസവും വാഷ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. വാഷിംഗ് മെഷീനല്ല, ഒരു 3-4 ദിവസം കൂടിയിട്ട് വാഷ് ചെയ്യുന്നതാണ് എന്തുകൊണ്ടും നല്ലതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞാനധികം 3-4 ദിവസമായിട്ടാണ് വാഷ് ചെയ്യൽ. അപ്പം എന്താ കുറച്ചധികം ഇങ്ങനെ ഉണക്കി ഇടാനുണ്ടാവും. അപ്പോൾ ഞാനത് ഇന്നലെ വാഷ് ചെയ്തിട്ടതേനു. ഇവിടെ ആണെങ്കിൽ ഭയങ്കര ചൂടാണ്. ചൂടുമല്ല, ഒരു തരം ഹ്യൂമിഡിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ ഈ ടൈമിൽ എന്താ പറയുക, തിരുമ്പിട്ടാൽ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ അത് ഉണങ്ങി കിട്ടും. അത്രയും ചൂടായി തുടങ്ങിയിരിക്കും. ഈ ബാക്ക്ഗ്രൗണ്ടിലുള്ളത് എൻ്റെ മോൻ്റെ സൗണ്ടുകളാണ്, കലാപരിപാടീസ്. അങ്ങനെ സാധാരണ അധികം നൈറ്റിലാണ് വോയിസ് കൊടുക്കൽ. ഇന്നലെ എനിക്ക് നല്ല മഴയായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം എഴുന്നേറ്റപ്പോഴാണ് ഞാൻ വോയിസ് കൊടുക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഈ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഈ സൗണ്ടുകൾ. അങ്ങനെ ഏതായാലും ഞാനതൊക്കെ കംപ്ലീറ്റ് ഒന്ന് മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് എൻ്റെ നൈറ്റ് ഡ്രസ്സിൻ്റെ ഏരിയ. അപ്പം നൈറ്റ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇതിലോട്ട് അങ്ങോട്ട് വേഗം വെക്കാം എന്ന് കരുതിയിട്ടേന്. പിന്നെ അങ്ങനെ എന്താ പറയുക, ഇക്കാക്കൻ്റെ പിന്നെ അങ്ങനെ മടക്കി വെക്കേണ്ട ആവശ്യമില്ല. അധികം ഞാൻ ഇവിടെ ഹാങ്കറിൽ ഇട്ട് വെക്കലാണ്. ഇതിൻ്റെ മാത്രമേ എനിക്കധികം മടക്കി വെക്കലുണ്ടാവുള്ളൂ. മോൻ്റെ പിന്നെ മടക്കി വെച്ചിട്ട് കാര്യമില്ല, ഒരു കൊട്ടൻ്റെ ആ കൊട്ടയിലായിട്ട് കൊണ്ടുപോയി തള്ളലാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ വേറെ ഉച്ചക്കത്തെ ഫുഡ് കാര്യങ്ങൾ അങ്ങനത്തെ എന്തൊക്കെയോ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് വിശന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ എന്താ പറയുക, പഴം വാട്ടിയതും പിന്നെ അതിൽ കുറച്ച് തേങ്ങ ഒക്കെ ഇട്ടിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ നാട്ടിലായ ടൈമിൽ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഒരു സാധനമായിരുന്നു ഈ പഴം വാട്ടിയത്. ഒന്നാമത് എനിക്ക് തടിക്കണം എന്നുള്ളൊരാഗ്രഹം കൊണ്ട് ഞാൻ കഴിക്കുന്നതാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പഴം. പക്ഷേ ഇവിടെ വന്നിട്ട് ഞാൻ വളരെ കുറവ് കഴിക്കുന്നൊരു സാധനവും ഈ പഴം വാട്ടിയതാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ പഴം ഉണ്ടായപ്പോൾ വിചാരിച്ചു ഓക്കെ ഇന്ന് പഴം വാട്ടിയതും പിന്നെ അതിൻ്റെ മേലെ കുറച്ച് തേങ്ങ ഒക്കെ ഇട്ടിട്ട് എനിക്ക് ഇപ്പം ഇങ്ങനെ വാട്ടണം എന്ന് പോലും ഇല്ല കേട്ടോ. എനിക്ക് അത്രയും ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എന്ത് കാട്ടിയാലും ഒന്നും വാട്ടാണ്ടാണെങ്കിലും ഞാൻ കഴിക്കും. എനിക്ക് അത്രയും ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ അതൊക്കെ തിന്ന് കഴിഞ്ഞതിന് ശേഷം പിന്നെ എനിക്കിവിടെയൊക്കെ ഒന്ന് അടിച്ചാരി തുടയ്ക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഞാനിതാ അടിച്ചു വരാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് എടുത്ത ടൈമിൽ ഉള്ളൊരു ഏറ്റവും വലിയൊരു എന്താ പറയുക സുഖം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എനിക്ക് കുറച്ച് അടിച്ചു വരാനും തുടയ്ക്കാനേ ഉള്ളൂ. മറ്റേ വീട്ടിൽ എന്താ പറയുക കുറേ ഉണ്ടായിരുന്നു. കാരണം 4 ബെഡ്റൂം, 2 ബാത്റൂം, വലിയൊരു ഹാള്, വലിയൊരു കിച്ചൺ. അപ്പോൾ എനിക്ക് അതിന് തന്നെ വേണം 2-2.5 മണിക്കൂർ. കാരണം അടിച്ചു വരാൻ വേണം 1 മണിക്കൂർ. അതിന് തുടയ്ക്കാനും വേണം.
അത്യാവശ്യം ടൈം. ഒന്നാമത് മോനൊക്കെ ഉള്ളതുകൊണ്ട് അധികവും അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും. പക്ഷേ ഇവിടെ വന്നപ്പം എനിക്ക് സ്പേസ് വളരെ കുറവായതുകൊണ്ട് എന്താ പറയുക, കുറച്ച് നേരം ഒരു 10-20 മിനിറ്റ് കൊണ്ട് എൻ്റെ അടിച്ചു വാരലും തുടയ്ക്കലും ഒക്കെ കഴിയും കേട്ടോ. അങ്ങനെ അടിച്ചാരലും പിന്നെ എന്തൊക്കെയോ കുറച്ച് തുടയ്ക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പിന്നെ ഷൂട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ എൻ്റെ റൂമിലുള്ള ഈ ഒരു ടീപ്പോയി തുടയ്ക്കാനുണ്ടായിരുന്നു കേട്ടോ. സാധാരണ ഞാനിത് തുടയ്ക്കലുണ്ട്, പക്ഷേ എനിക്കെന്തോ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അതെന്തായാലും നല്ലതായി പിന്നെ എനിക്ക് തോന്നി. കാരണം ഞാൻ തുടയ്ക്കുന്ന ആ ഒരു ഏരിയ ഒന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇത് പിന്നെയാണ് എനിക്ക് ഓർമ്മയായത് ഇവിടെ തുടച്ചില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പിന്നെ ഒക്കെ കഴിഞ്ഞല്ലോ പണി. അതുകൊണ്ട് ഞാൻ പിന്നെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനിതാ ഇവിടെ ഒരു ഫ്ലവർ വേസും കൂടി, ഇത് സാധാരണ ഞാൻ ഇവിടെ അല്ലേനു വെക്കൽ, ഇതിപ്പോൾ ഞാൻ പുതിയതായിട്ട് ഇങ്ങോട്ടേക്ക് മാറ്റിയതാണ്. അങ്ങനെ ഞാനത് എടുത്ത് കൊണ്ടുവരുമ്പോൾ തന്നെ ആൾ ഈ ഒരു റോസ് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ ഈ ഒരു ടേബിളിൽ വെച്ചപ്പം ആൾ തന്നെ അത് ഇവിടെ കൊണ്ടുപോയി വെച്ച്. എന്താണെന്നറിയില്ല, പറയേണ്ട ആവശ്യമൊന്നും ഇല്ലേനു. മറ്റേത് എന്തൊരു സാധനം എടുത്താലും മോനെ അതവിടെ വെക്കും, മോനെ അവിടെ വെക്കും, മോനെ ഇങ്ങനെ പറഞ്ഞാൽ പോലും അവൻ വെക്കൂല. ഇതെന്തോ എന്തൊക്കെ കണ്ടപ്പോൾ അവിടെ വെച്ചതാണ് തോന്നുന്നത്. അങ്ങനെ ഏതായാലും ഞാനിതാ ഈ റൂം ഞാൻ പിന്നെ ഓൾറെഡി ക്ലീൻ ചെയ്തിട്ടാണ് മറ്റേ റൂമിലോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ എൻ്റെ ഇവിടെ ആകെ ഒരു 10-20 മിനിറ്റൊക്കെ ഇങ്ങനെ നല്ലപോലെ നിൽക്കുള്ളൂ. അത് കഴിയുമ്പോഴത്തേക്കും വീണ്ടും അലങ്കോലമാവും. കാരണം എൻ്റെ മോൻ്റെ കുത്തിമറിയലും അതും ഇതൊക്കെ ആയിട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ എന്തൊക്കെയോ കുറച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് ഞാനങ്ങനെ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞാൽ എനിക്ക് നല്ല മടിയുള്ള ദിവസമായിരുന്നു. അതുകൊണ്ട് ഈ മത്തനും ചെറുപയറും മമ്പയറും കൂടിയുള്ള കറിയില്ലേ, ഇവിടെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആ കറി. അങ്ങനെ അതും പിന്നെ ക്യാരറ്റ് അതേപോലെ ഉരുളക്കിഴങ്ങ് മിക്സ് ചെയ്തിട്ടുള്ളൊരു ഉപ്പേരും മുട്ട പൊരിച്ചതും ഇത് മാത്രമേ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. മുട്ട പൊരിച്ചതൊന്നും ലിസ്റ്റിലുണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് തിന്നാൻ കഴിഞ്ഞിട്ട് ഞാൻ പൊരിച്ചതാട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഓനെന്തൊക്കെയോ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഓനിവിടെ എന്തൊക്കെയോ കുറച്ച് കളിയിലൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ കുറച്ച് നേരം കടന്ന് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒന്നാമത് പർച്ചേസിങ്ങിന് പോകാനുണ്ട്. ഞാൻ നാട്ടിൽ പോകാനായതുകൊണ്ടുള്ള ചെറിയ പർച്ചേസിങ് തുടങ്ങാൻ കരുതിയിട്ട്. അപ്പോൾ അതിൻ്റെ മുന്നേ ഞാൻ ഇന്നലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രൂട്ട് സലാഡ്. ഞാൻ എൻ്റെ ഷോർട്സിലെന്തോ ഇട്ടിട്ടുണ്ടായിരുന്നു ഫ്രൂട്ട് സലാഡിൻ്റെ വീഡിയോ വന്നിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഓക്കെ ഫ്രൂട്ട് സലാഡൊക്കെ തിന്നിട്ട് പോകാം. കാരണം ഇനിയിപ്പോൾ എന്തായാലും ഈവനിങ് ടൈമിൽ പോയി കഴിഞ്ഞാലും രാത്രി നൈറ്റായിട്ട് എന്തായാലും ഇനി തിരിച്ച് വരുമോ. അപ്പോൾ ഞാൻ ചിന്തൊക്കെ തിന്നിട്ട് പോവാം. ഇനിയിപ്പോൾ എപ്പോഴാണ് ഫുഡ് കഴിക്കുക, എന്തായാലും ഞാൻ രാത്രി ഫുഡ് ഉണ്ടാക്കിയിട്ടില്ല, പുറത്തുനിന്ന് തന്നെ കഴിക്കും. എന്നാലും ഇനി എപ്പോഴാണ് ഫുഡ് കഴിക്കാമെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ മോന് പഴവും അതേപോലെ ഞാനും കക്കിയും ഫ്രൂട്ട് സലാഡൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ പോയിട്ടുണ്ടായിരുന്നത്. നിങ്ങളാരെങ്കിലും എന്താ പറയുക ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഫ്രൂട്ട് സലാഡിൻ്റെ വീഡിയോ ഷോർട്സിൽ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണേ. പിന്നെ അതേപോലെ തന്നെ എൻ്റെ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതിൻ്റെ കൂടെ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണം കേട്ടോ. ഞാൻ എന്താ പറയുക അനലിറ്റിക്സ് ഒക്കെ നോക്കുമ്പം അത്യാവശ്യം നല്ല കുറവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അല്ലാണ്ട് നോൺ സബ്സ്ക്രൈബേഴ്സാണ് കൂടുതലായിട്ടും വീഡിയോസ് കാണുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ ഞാൻ ഇന്ന് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഔട്ട്ഫിറ്റ് ചെയ്യണം കേട്ടോ പെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ. പിന്നെ എൻ്റെ എല്ലാ വീഡിയോത്തെയും പോലെ ഈ ഒരു വൈറ്റ് ബാഗാട്ടോ ഞാൻ ഇന്നും എടുത്തിട്ടുണ്ടായിരുന്നത്. ഒന്നാമത് ഈ വേറെ ബാഗ് എടുക്കാനുള്ള മടി കൊണ്ടാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ പുറത്ത് പോകാൻ വേണ്ടി പുറത്ത് പോയോണ്ടിരിക്കട്ടോ. അങ്ങനെ ഇന്നത്തെ ഒരു മിനി വ്ലോഗ് വന്നിട്ട് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇന്ന് ഞങ്ങൾ ഫുൾ ഒരു നീലമയമായിരുന്നു. ഞാനും നീല, ഇക്കാക്ക നീല, മോൻ നീല, ഫുൾ അങ്ങനെ. എന്തായാലും താങ്ക്സ് ഫോർ വാച്ചിങ്.